നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 5 സംസ്ഥാനങ്ങളിൽ നടന്ന സെമി ഫൈനൽസ് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് ഏറ്റവും വലിയ വിജയം സമ്മാനിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ ആരായിരിക്കും ബിജെപിയുടെ മുഖ്യമന്ത്രി ആവുക എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ കൂടി രാജ്യം കണ്ടിരുന്നു. പക്ഷെ അവിടെ എല്ലാ ചർച്ചകളെയും എല്ലാ പ്രവചനങ്ങളെയും ഒക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ബിജെപി പുതുമുഖ പരീക്ഷണം തന്നെ സധൈര്യം പരീക്ഷിക്കുകയും ചെയ്തു. എന്തായാലും രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മ അധികാരമേറ്റപ്പോൾ സംസ്ഥാനത്തിന് 2 ഉപമുഖ്യമന്ത്രിമാരെ കൂടി ബിജെപി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. പ്രേംചന്ദ് ബർവയും ദിയ കുമാരിയുമാണ് രാജസ്ഥാനിലെ ഉപമുഖ്യമന്ത്രിമാർ എന്ന് നമുക്കറിയാം. വാസുദേവ് ദേവ്നാനി രാജസ്ഥാന്റെ നിയമസഭാ സ്പീക്കറായും അധികാരമേറ്റു കഴിഞ്ഞു. പക്ഷെ ആ സമയത്ത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ട പേര് അത് രാജസ്ഥാന്റെ യോഗി എന്നറിയപ്പെടുന്ന ബാബ ബാലക്നാഥിന്റേതായിരുന്നു. ബാബ ബാലക്നാഥ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറുമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ രീതി ഇപ്പോൾ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. താങ്കൾ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ബാബ ബാലക്നാഥ് നൽകിയ ഉത്തരം ബിജെപി പ്രവർത്തകരെ ഒക്കെ ആവേശം കൊള്ളിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, എനിക്ക് മുഖ്യമന്ത്രി പദത്തിൽ ഏറേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അധികാര മോഹം തനിക്കില്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ നിന്നും സംഘടനാ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കണം, അത്തരത്തിലുള്ള ഒരു പരിശീലനമാണ് താൻ ആഗ്രഹിക്കുന്നത്, ബിജെപിയുടെ സംഘടനാ തലത്തിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് തന്റെ ആഗ്രഹം എന്നുകൂടി ബാബ ബാലക്നാഥ് പറഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ രാജസ്ഥാനിൽ നിന്നും വരുന്നുണ്ട്. രാജസ്ഥാനിലെ ബിജെപിയുടെ നേതൃനിരയിലേക്ക് ബാബ ബാലക്നാഥ് എത്തിയേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കാണ് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബിജെപി എന്ന പാർട്ടിയെ സംബന്ധിച്ച് അതത് സംസ്ഥാനങ്ങളിലുള്ള അധ്യക്ഷന്മാർക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പാർട്ടിയിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതുമെല്ലാം ഈ അധ്യക്ഷൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബിജെപി എന്ന പാർട്ടിയുടെ തലപ്പത്തേക്ക് രാജസ്ഥാനിൽ ബാബ ബാലക്നാഥ് എത്തും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇതേ സമയം തന്നെ അവിടെ ഒരു വലിയ പ്രതിസന്ധിയായി മുതിർന്ന നേതാവ് വസുന്ധര രാജെ സിന്ധ്യ നിൽക്കുന്നുമുണ്ട്. കാരണം അവർക്ക് മുഖ്യമന്ത്രി പദം നേടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും വസുന്ധര രാജെ സിന്ധ്യയുടെ റോൾ രാജസ്ഥാനിൽ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആ സമയത്തായിരുന്നു അവർ ഒരുപക്ഷെ ബിജെപിയുടെ അധ്യക്ഷയായേക്കാം എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു നീക്കമാണ് ഉണ്ടാവുന്നതെങ്കിൽ, അതായത് സംഘടനാ തലപ്പത്തേക്ക് വസുന്ധര രാജെ സിന്ധ്യയാണ് എത്തുന്നതെങ്കിൽ ഉപ അധ്യക്ഷ സ്ഥാനമായിരിക്കാം ഒരുപക്ഷെ ബാബ ബാലക്നാഥിന് ലഭിക്കാൻ പോകുന്നത്. ഈ ഉപ അധ്യക്ഷ സ്ഥാനം ഒരിക്കലും വില കുറച്ച് കാണേണ്ടതില്ല. കാരണം മികച്ച സംഘടനാ പാടവമുള്ള ആളുകളെ മാത്രമേ ബിജെപി എപ്പോഴും അധികാരം ഏൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബാബ ബാലക്നാഥ് എന്ന ബിജെപിയുടെ തുറുപ്പ് ചീട്ട്, അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ഭാവിയിൽ രാജസ്ഥാന്റെ തലപ്പത്തെത്തിയാലും അതിശയപ്പെടാനില്ല. അതിനുള്ള ചില പ്രവർത്തനങ്ങൾ, ചില അണിയറ നീക്കങ്ങളൊക്കെ രാജസ്ഥാനിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക് മലയാളം.